എപ്സ്റ്റീൻ ഫയൽസ് ലോകം ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ആരാണ് ജെഫ്രി എപ്സ്റ്റീൻ? എന്താണ് എപ്സ്റ്റീൻസ് ഫയൽ? ഇതിൻ്റെ പിന്നിലെ നിഗൂഢതകൾ എവിടെയാണ് ചർച്ച ചെയ്യപ്പെടുന്നത്? ആരാണ് ഇതിൻ്റെ ഉത്തരവാദികൾ? മുഖംമൂടികൾ അഴിഞ്ഞു വീഴുമോ? 1975 കാലയളവിൽ വെറുമൊരു അധ്യാപകനായി അധ്യാപക ജീവിതം നയിച്ചുകൊണ്ടിരുന്ന വ്യക്തി പിന്നീട് ചരിത്രത്തിൻ്റെ ഇടനാഴികളിൽ അദ്ദേഹം സമ്പത്തിൻ്റെ ഉത്തുംഗതയിലെത്തുന്നു. എങ്ങനെ? തൻ്റെ അധ്യാപക ജീവിതത്തിൽ താൻ കണ്ടുമുട്ടിയതായ സമ്പന്നരായ മാതാപിതാക്കളുടെ സാമ്പത്തിക ഉപദേഷ്ടാവായി അദ്ദേഹം മാറുന്നു. ശേഷം അദ്ദേഹം സ്വന്തമായി ഒരു ഐലൻഡ് സ്വന്തമാക്കുന്നു, സെൻറ്റ് ജെയിംസ് ഐലൻഡ്. ഒരു ദ്വീപുകളുടെ കൂട്ടമായിരുന്നു അത്. അവിടേക്ക് ആകർഷിക്കപ്പെട്ടത് ഈ സമൂഹത്തിൻ്റെ ടോപ്പ് ബ്രാസ് ആയിരുന്നു. അവർ ഇന്ന് രാജ്യത്തിൻ്റെ പരമാധികാരങ്ങൾ കൈയാളുന്നവർ, സമ്പത്തിൻ്റെ ഉത്തുംഗതയിൽ വിരാജിക്കുന്നവർ, സാമ്പത്തികമായി രാഷ്ട്രീയപരമായും ഉന്നതരെ അദ്ദേഹം ലക്ഷ്യം വെച്ചു. എന്തുകൊണ്ട്? 9 വയസ്സിന് താഴെയുള്ളതായ ആൺകുട്ടികളെയും പെൺകുട്ടികളെയും അവിടെ അവർക്ക് കാഴ്ചവസ്തുക്കളാക്കി. അങ്ങനെ ഏറ്റവും വലിയ ചൈൽഡ് അബ്യൂസിൻ്റെ ദ്വീപായി ജെയിംസ് ഐലൻഡ് മാറുകയാണ്. അതോടൊപ്പം എലൈറ്റ് ഫയൽസിൻ്റെ ചരിത്രവും കുറിക്കുകയാണ്. ഇന്ന് ജനുവരി 30, 2026 എലൈറ്റ് ഫയലിൻ്റെ പൂർണ്ണ വിവരങ്ങൾ ലോകത്തോട് വിളിച്ചു പറഞ്ഞിരിക്കുന്നു. ഏകദേശം 35 ലക്ഷം പേജുകൾ വരുന്ന, 2000-ഓളം വീഡിയോസ് വരുന്ന, അതിലപ്പുറത്തേക്ക് തെളിവുകൾ ഇന്ന് എലൈറ്റ് ഫയലായി ലോകത്തിൻ്റെ മുമ്പിൽ ചർച്ചയായപ്പെടുകയാണ്. ഇനിയും വരും ദിവസങ്ങളിൽ എപ്സ്റ്റീൻ ഫയലിൻ്റെ ധാരാളം ചർച്ചകൾ ലോകം കാണാൻ കിടക്കുകയാണ്.